പ്രൊഫസർ എ ജി ജോർജ്, നോക്കൂ, ഈ മാസപ്പടി കേസിലല്ല ഇനി ഇ.ഡി. വീണയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്, ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ തിരുവനന്തപുരത്ത് നടത്തിയ പാർട്ടി സഖാക്കൾ നടത്തിയ കോലാഹലമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഹവാല ഇടപാടിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതുപോലെ പ്രതിരോധം തീർക്കാൻ പാർട്ടി വരുമോ? കാരണം ഏതായാലും 10-27 പേര് 73 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിടയായ ഒരു സാഹചര്യമുണ്ടായത്. ആ ആളുകൾക്ക് ഇപ്പോഴും രമേശ് ചെന്നിത്തലയുടെ പോലീസ് വലിയ സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള ആരോപണങ്ങളും വളരെ ശക്തമാണ്. എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? ദിലീപ്, വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള ഏറ്റവും വലിയ ഒടുവിലത്തെ സംഭവമാണല്ലോ ഇത് സംബന്ധിച്ചുള്ള വലിയ വിശദീകരണ യോഗം ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി കോഴിക്കോട്ട് നടത്തിയത്. എന്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ പരസ്പര വിരുദ്ധവും അതുപോലെ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത്. എൻ്റെ പേര് 1-2 പ്രാവശ്യം സ്പർശിച്ചതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഒരു ചെറിയ കാര്യം മാത്രമേ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ. നിങ്ങളെ ലാവ്ലിൻ കേസ് 40 പ്രാവശ്യം മാറ്റിവെച്ചപ്പോഴൊക്കെ വളരെ വളരെ സൗമനസ്യത്തോടുകൂടിയാണല്ലോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ചും നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള നീതി സംവിധാനത്തെ കുറിച്ചും നീതി സമ്പ്രദായത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഒന്നും ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ എന്താണ് അങ്ങ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളെ, അതായത് പാർലമെന്റ് നിയമം അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി ആയ നിയമപ്രകാരം നിയമിക്കപ്പെട്ടതായ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയക്കുന്നത്? ഒരു വളരെ ലളിതമായ ചോദ്യം ഒരു സാധാരണക്കാരൻ, ഒരു പൗരൻ എന്ന രീതിയിൽ ചോദിക്കുന്നത്, ഈ പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അധികാരത്തിൽ വന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ കുടുംബ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചുമക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് അങ്ങ് വിനീതമായി ലളിതമായ ഭാഷയിൽ ഒന്ന് പറയണം. ഒരു സന്ദർഭത്തിൽ നീലിമയൊക്കെ ഓർക്കുന്നുണ്ടാകാം, അതായത് ഈ വീണ നായിക്കണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ തിരുത്താം, അവർക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ല. അവരെ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് ഒരു ബിടെക് പാസ്സായി ശ്രീ വിജയബ്രഹാം അദ്ദേഹം പറയുന്നതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിനീഷ് കൊടിയേരിയുടെ കാര്യമാണ്. ബിനീഷ് വളരെ കൃത്യമായി പാർട്ടി മെമ്പറാണ്. SFIയിൽ നിന്ന് തുടങ്ങി DYFIയിലെത്തി CPM-ന്റെയൊക്കെ CPM അംഗത്വമെടുത്ത് പാർട്ടി പ്രവർത്തകനായി ഇരിക്കുന്ന ഒരാളായിരുന്നു ബിനീഷ് കൊടിയേരി. ആ ബിനീഷ് കൊടിയേരിക്കില്ലാത്ത എന്ത് പരിഗണനയാണ് പാർട്ടി അംഗം പോലുമല്ലാത്ത വീണ വിജയന് എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഒരു മിനിറ്റ് സാർ, അവസാനം ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്, അതുകൊണ്ടാണ് ഇടപെട്ടത്. വിജയബ്രഹാം, അതിനൊരു മറുപടി പറയാം. എനിക്ക് വളരെ സമയം കുറച്ചാ കിട്ടിയത്. ഇതിപ്പോ ചോദ്യം എന്റെ അടുത്താണ്. ചോദ്യം അങ്ങയോടല്ല, വ്യക്തിപരമായ ചോദ്യം എന്റെ അടുത്താണ്. സാർ വളരെ പെട്ടെന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ വിജയിലേക്ക് പോകാം. അല്ലെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നീലിമയ്ക്ക് ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഇത് വീണ വിജയന്റെ കാര്യമാണ്. അവർ പാർട്ടി മെമ്പർഷിപ്പ് ഒന്നുമല്ല, അവർ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവരുടെ അച്ഛനെ കുറിച്ചും അവരുടെ പാർട്ടി അംഗങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പലവട്ടം ഈ വേദിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മരുമകന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന പൊള്ളുന്ന അവസ്ഥ മുൻ മുഖ്യമന്ത്രിക്കുണ്ടായത്? ആ ഒരു ചോദ്യം പ്രസക്തമല്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നീലിമ, ഇവിടെ ഈ ED ജീവനക്കാരെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ചില്ലറക്കാരൊന്നും ആയിരുന്നില്ല. അവിടെ EDയെ പ്രതിരോധിക്കാനായിട്ട് വന്ന അവിടെയും ഒരു കാര്യം, ഒരു വൈരുദ്ധ്യം കാണണം. അത് ശ്രീ ബിജു എബ്രഹാം മനസ്സിലാക്കണം. അവിടെ ഇരുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, എന്നോട് ഒരു ചോദ്യവും ചോദിച്ചില്ല, എന്റെ മകളോട് ചോദ്യം ചോദിച്ചു. അപ്പൊ ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തെ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമില്ലെങ്കിൽ അവിടെ സമന്വതരായിട്ടുള്ള ഈ ചോദ്യം പലവട്ടം ഇടത് പ്രതിനിധികളോട് ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീ വിജയ് എബ്രഹാം, ബിനീഷ് കോടിയേരിക്കില്ലാത്ത എന്ത് പരിഗണനയാണ് വീണ വിജയൻ ഈ പാർട്ടിക്കകത്ത്? വളരെ പെട്ടെന്നൊന്ന് മറുപടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യാം.
ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു വർഷത്തോളം കർണാടകയിൽ ജയിലിലിട്ടതിനു ശേഷം യാതൊരു തെളിവില്ല കേസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചല്ല ശ്രീ ബിജി, കേസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചല്ല, ആ കേസ് വന്നപ്പോൾ പാർട്ടി എടുത്ത സമീപനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ബിനീഷ് കോടിയേരി അത് സ്വന്തമായി നേരിടട്ടെ, വീണാ വിജയന്റെ കേസ് വരുമ്പോൾ ഞങ്ങൾ അങ്ങ് നേരിടാം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന പാർട്ടി സഖാക്കളെയാണ് കണ്ടത്. ഇപ്പോൾ പിണറായി വിജയനിലേക്കും റിയാസിലേക്കും വളരെ കൃത്യമായി അതിന്റെ വേരുകൾ ചെന്നെത്തും എന്ന് അന്നേ ഉറപ്പിച്ചത് കൊണ്ടാണോ വീണയ്ക്ക് അന്ന് മുതൽ ഒരു പ്രത്യേക കവചമൊരുക്കിയത്? നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തന്നെ മറുപടി പറയും. ഇത് ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചാൽ മറുപടി അല്ല, താങ്കൾ ഈ സമയപരിമിതി കൊണ്ടാണ് താങ്കൾ കേസിന്റെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഞാൻ പാർട്ടി നടപടിയെ കുറിച്ചാണ് ചോദിച്ചത്. അത് നീലിമ മാഡം, അതിനകത്ത് ബിനീഷ് കൊടിയേരി തെറ്റുകാരനല്ല എന്ന് കണ്ടിട്ട് കോടതി അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അത് പിന്നീടുണ്ടായ കാര്യം. പാർട്ടി എടുത്ത നടപടി, പാർട്ടി എടുത്ത നിലപാടെന്ന് പറയൂ. പാർട്ടി എടുത്ത നിലപാടെന്ന് പറയൂ. മുഴുവൻ സമയം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് നിശബ്ദമായിരിക്കും. അവതാരക എന്നുള്ള ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ തട്ടിക്കയറാതെ നിങ്ങൾ അല്പനേരം ചോദ്യം ചോദിച്ചാൽ കേൾക്കാനുള്ള ശ്രമം നിങ്ങൾ കാണിക്കും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുന്ന കേസുകളുടെ ഒരു പ്രത്യേകത, ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേറെ വിശദീകരിക്കാൻ സമയമില്ല ശ്രീ ബിജി എബ്രഹാം. ഈ ചർച്ചയൊന്ന് വൈൻഡപ്പ് ചെയ്യണം. ബിനീഷിനോട് എടുത്ത നിലപാടും വീണയോടെടുത്ത നിലപാടും രണ്ടും രണ്ടാണ്. അത് വളരെ കൃത്യമായി ഈ പ്രതിരോധം തീർക്കുന്നത് ഈ ഹവാല മറയ്ക്കാനാണ് എന്നുള്ള വളരെ കൃത്യമായ വിലയിരുത്തൽ വരികയാണ്. ED നടപടികളിൽ CPM-ന് വലിയ ഹാലിളകുന്ന ഒരവസ്ഥയുണ്ട്. മാസപ്പടി കേസ് വിട്ട് ഇപ്പോൾ ഹവാല ഇടപാടിലേക്കാണ് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ED പുറപ്പെടുന്നത്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ സമൻസ് അയക്കുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ്.